അവരെന്തുദ്ദേശിച്ചു അത് അതേപോലെ നടക്കും. അങ്ങനത്തെ ഒരു മക്കാം അല്ലേ? അവരുടെ നോട്ടം കൊണ്ട് അത് ആ വസ്തുവായി മാറും, അവരുടെ പറച്ചിൽ കൊണ്ട് ആ വസ്തുവായി മാറും, അവരുടെ ആംഗ്യം കൊണ്ട് ആ വസ്തു എന്ത് ചെയ്യും? അതായി മാറും. കാരണം അല്ലാഹു തആലയിലേക്ക് ഒരു മനുഷ്യൻ അടുത്തു കഴിഞ്ഞാൽ അവന്റെ കൈ ഞാനാകും, കാല് ഞാനാകും, മൂക്ക് ഞാനാകും, ചെവി ഞാനാകും, കണ്ണ് ഞാനാകും, ഹൃദയം ഞാനാകും, നാവ് ഞാനാകും എന്നൊക്കെ ഖുദ്സിയായ ഹദീസിലൂടെ ഞാൻ പറഞ്ഞിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതനുസരിച്ച് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനത്തിലൂടെ നടക്കുന്നത് മുഴുവനും ഹക്കിന്റെ പ്രവർത്തനമായി വരുന്ന ഒരു അവസ്ഥയിൽ വന്നാൽ ഗൗസുൽ ആദമിലൂടെ ഹക്കിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഗൗസുൽ ആദം എന്ത് വിചാരിച്ചോ അതങ്ങനെ കുൻ ഫയക്കൂൻ അതുണ്ടാവും. മഹാനായ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, കുൻ ഫയക്കൂൻ എന്ന് പറയുന്ന മക്കാമിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മക്കാമുണ്ടല്ലോ, ആ മക്കാമ് ആർക്കെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടോ? മലായിക്കത്തിന് നൽകപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, മലായിക്കത്തിന് ആ മക്കാമ് നൽകപ്പെട്ടിട്ടില്ല, ആ പറഞ്ഞ അവസ്ഥ നൽകപ്പെട്ടത് മനുഷ്യന്മാർക്ക് മാത്രമാണ് എന്ന് മഹാനായ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. എന്തായാലും ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണ സദസ്സിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ്. സദസ്സിലിരുന്ന് ആകാശം നോക്കുമ്പോൾ ആകാശം കാണാറില്ല എന്ന് ചരിത്രം പറയുന്നു. കാരണം എന്ത് ചെയ്യുക, അവിടെ മലായിക്കത്തുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് ആകാശം പോലും കാണാറുണ്ടായിരുന്നില്ല എന്ന് ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണ സദസ്സിൽ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു എന്ത് വിചാരിക്കുന്നു അതുപോലെ ആകുന്ന ഒരു മക്കാമിലേക്ക് ഗൗസുൽ ആദം എത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ ഹൃദയത്തിൽ എന്ത് തോന്നൽ വന്നോ അപ്പ നടത്തും പ്രഭാഷണം. നിങ്ങളെ ഹൃദയത്തിൽ വേറെ തോന്നൽ വന്നോ സ്റ്റെപ്പ് മാറ്റും ഗൗസുൽ ആദം തങ്ങൾ. മറ്റാളുടെ ഹൃദയത്തിൽ വേറെ തോന്നലാണ് വന്ന് ആ തോന്നലിനനുസരിച്ച് സ്റ്റെപ്പ് മാറും. ഇങ്ങനെ സ്റ്റെപ്പുകൾ മാറി 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 നടത്തിയ പ്രഭാഷണം ഒരു ദിവസം മഹാനവറുകളുടെ പ്രഭാഷണ ലോകത്തെ വായിച്ചപ്പോൾ കാണുകയുണ്ടായി. ഇങ്ങനെ ഹൃദയം കണ്ടുകൊണ്ട് പ്രഭാഷണം നടത്തി ഹൃദയത്തിലേക്ക് വിജ്ഞാനത്തെ പാസ് ചെയ്ത വലിയൊരു ലോകം മഹാനവറുകൾ തുറന്നു കൊടുത്തിട്ടാണ് ഇത്ര വലിയൊരു പ്രസ്ഥാനത്തെ മഹാനവറുകൾ കെട്ടിപ്പടുക്കുന്നത്. ഒരു ദിവസം മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. എന്താ കടന്നു വന്നിട്ട് പറയുന്നു, ഈ ഉന്നതമായ വാതിൽ ആവശ്യക്കാരുടെ ഖിബലയാണ് എന്ന് എനിക്കറിയാം. ഞാൻ വന്നത് ഈ ഉന്നതമായ വാതിൽ വിജയികളുടെ അഭയ കേന്ദ്രമാണ് എന്നറിയാം. ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളെ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സദസ്സിൽ ഞാൻ വന്നത് വലദൻ ദക്കറൻ, എനിക്കൊരു ആൺകുട്ടിയെ കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ്. ഉദ്ദേശം വെച്ചുകൊണ്ട് ചെന്നാൽ അത് കിട്ടും, അതിൽ തർക്കമൊന്നുമില്ല, അതില് സംശയമൊന്നുമില്ല. എനിക്കൊരു ആൺകുട്ടിയെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്നത്. അപ്പൊ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ത്വലബ്തു മിനല്ലാഹി അൻ യുഅതിയക മാ തുരീദ്, നീ ഉദ്ദേശിച്ചത് നിനക്ക് തരാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, നിനക്കത് കിട്ടിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ എന്നും ഗൗസുൽ ആദം തങ്ങളുടെ പ്രഭാഷണ സദസ്സിൽ വരും. ഒരു പരിപാടി മുടക്കാറില്ല. അവിടുത്തെ പ്രഭാഷണ സദസ്സിൽ എന്ത് ചെയ്യും? വരും. കാരണം അതിൽ വരണം എന്ന് പറഞ്ഞിരുന്നു, അത് മുടക്കാൻ പാടില്ല. വരണം എന്ന് പറഞ്ഞാൽ പിന്നെ മുടക്കാൻ പാടില്ല. ഇവിടെ ഖുത്ബിയത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കണം. കുറെയൊക്കെ പങ്കെടുക്കുമ്പോൾ എന്ത് ചെയ്യും? കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നിറവേറും. ഒറ്റടിക്ക് ഇങ്ങനെയാണ് നിറവേറ്റി തരുന്നില്ല, നിബന്ധന വെച്ച് വെക്കും അല്ലേ? ഗൗസുൽ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പാതിരാത്രിയിൽ റബീഅ റളിയല്ലാഹു അൻഹു തഹജ്ജുദിന് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ, ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോ തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചോ തന്നോളാം. അപ്പോ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ, അവിടെ ഒരുമിച്ച് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു നിബന്ധന വെച്ചു, അഇന്നി ബികസറതി സുജൂദ്, സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് എന്നൊന്ന് സഹായിക്കണം കേട്ടോ. സുജൂദ് ഒഴിവാക്കരുത്. അപ്പൊ ചില നിബന്ധനകൾ അവർ വെക്കും. മജ്‌ലിസിൽ വരുമ്പോൾ എന്ത് ചെയ്യാ, ചില കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി പറയും. ഖുത്ബിയത്തിൽ പങ്കെടുത്തോ, അവിടെയൊക്കെ കുറച്ച് പൈസ നിറച്ചാക്കിക്കോ എന്നൊക്കെ എന്ത് ചെയ്യും? മഹാരഥന്മാരെന്ത് ചെയ്യും? പറയാറുണ്ടല്ലോ. അത് എന്തിനു വേണ്ടിയിട്ടാ? അത് നിറവേറാൻ വേണ്ടിയാ. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു ആൺകുട്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന ഈ മനുഷ്യനോട് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എന്നും എന്റെ പ്രഭാഷണ സദസ്സിൽ വന്ന് പങ്കെടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഭാര്യ ഗർഭിണിയായി, പ്രസവിക്കാനൊക്കെ അടുത്തു. അങ്ങനെ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് മഹാനായ ഈ മനുഷ്യന്റെ ഭാര്യ ഗർഭിണിയാകുകയാണ്. ഗർഭം ചുമന്നു. പ്രസവത്തോട് അടുക്കാൻ നേരത്ത് പ്രസവിച്ചു വീണത് പെൺകുട്ടിയാണ്.
പ്രഭാഷണ സദസ്സിലൊക്കെ പങ്കെടുത്തു. പ്രഭാഷണ സദസ്സിൽ ഔസുല്ലാദം പറഞ്ഞതുപോലൊക്കെ പങ്കെടുത്തു. പ്രസവിച്ചു വീണത് ആൺകുട്ടിയല്ല, മറിച്ച് എന്തായിരുന്നു? പെൺകുട്ടിയാണ്. അങ്ങനെ ഓടിയിട്ട് ഈ മനുഷ്യൻ ഔസുല്ലാദമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കലാമുന അല വലദി ദക്കരിൻ, നമ്മൾ ഇത്ര കാലങ്ങളെ ഹദറത്തിൽ വന്നത് ഒരു ആൺകുട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രസവിച്ചു വീണപ്പോ ഇത് പെൺകുട്ടിയാണ്, എന്താ ചെയ്യാന്ന് വെച്ചു. ഔസുല്ലാദം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കുട്ടിയെ ഒരു തുണിയിലാണ് പൊതിഞ്ഞു കൊണ്ടുവന്നത്, ആ തുണിയാണ്ട് മൂടിക്കോന്ന് പറഞ്ഞു. ഔസുല്ലാദ് ഒരു നോട്ടം ഇങ്ങനെ നോക്കിയിട്ട് ഔസുല്ലാദം പറഞ്ഞു, അതാണ്ട് മൂടിക്കോ, എന്നിട്ട് വാത്തിഹ ഇലൽ ബൈത്ത്, വീട്ടിലേക്ക് പോയിക്കോ, നിന്റെ കാര്യങ്ങളൊക്കെ നിറവേറും എന്ന് പറഞ്ഞു. ആ തുണിയിൽ മൂടിയ കുട്ടിയുമായി വീട്ടിൽ ചെന്ന് തുണി അങ്ങോട്ട് മാറ്റിയപ്പോൾ ഫൈദൻ ഹിയ വലദു ദക്കരിൻ, അതെന്തായി മാറിയിട്ടുണ്ട്? ആൺകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയ വണ്ണം അതിനെ ആക്കുന്നോവർ. വേണ്ടിയിട്ട് ഒരു വസ്തുവിനെ അങ്ങോട്ട് നോക്കിയ വേണ്ടിയ വണ്ണം അതിനാക്കാൻ കഴിവുള്ള നേതാവാണ് ഔസുല്ലാദം റളിയല്ലാഹു അൻഹു. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, സയ്യിദു ത്വായിഫ എന്ന് പറയുന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി പറയുന്നുണ്ട്, നളറത്തും മിൻ ഐനിൽ റിആയ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഭാഗത്തു നിന്നുള്ള പരിഗണനീയമായ ഒരു നോട്ടം. സാധാ നോട്ടൊക്കെ ചിലപ്പോൾ നോക്കും, പക്ഷെ പരിഗണിക്കേണ്ടതുപോലെ ഒരു നോട്ടം നോക്കിയാൽ തജ്അലുൽ കാഫിറ വലിയൻ, കാഫിറിനെ പോലും വലിയാക്കാൻ കഴിയും. ആര് പറയുന്നു? മഹാനായ ഔസുല്ലാദം റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാ, മഹാന്മാരുടെ ഭാഗത്തു നിന്ന് പരിഗണനീയമായ ഒരു നോട്ടം കിട്ടിയാൽ ഒരു കാഫിറിനെ ആ സ്പോട്ടിൽ എന്താക്കാൻ കഴിയും? വലിയാക്കാൻ വേണ്ടിയിട്ട് വരെ എന്ത് ചെയ്യുന്നതാണ്? കഴിയും എന്ന് മഹാരഥന്മാർ പറയുന്നു. ഒരു ദിവസം ഔസുല്ലാദം റളിയല്ലാഹു അൻഹുവിന് കൽപ്പന വന്നു. എന്താ കൽപ്പന എന്നറിയോ? ഇത് വല്ലാത്തൊരു ലോകമാണ് ഔസുല്ലാദമിന്റെ ലോകം. ഇങ്ങനത്തെ പടപ്പിനെ അള്ളാഹു പടച്ചിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സംശയിച്ചു. ഔസുല്ലാദം റളിയല്ലാഹു അൻഹുവിന് ഒരു കൽപ്പന വന്നു. എന്താ കൽപ്പന? കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. എന്ത് കാര്യവും മഹാനവറുകൾ അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ചെയ്യൂല എന്ന മക്കാമിലാണ് മഹാനവറുകൾ നിൽക്കുന്നത്. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ ആ മാനില്ലതെന്നോവർ. വമായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ. ഞാനിവിടെ എന്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത് വഹ്യു മുഖേന അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അവിടുത്തെ ഖലീഫയായ ഔസുൽ അഅ്ലം തങ്ങൾ പറയുന്നു, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എന്റെ ആ മാനില്ലതെന്നോവർ. അങ്ങനെ ഒരു ദിവസം ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു. എന്താ കൽപ്പന? അൻ യൂസില ഇലല്ലാഹി ഫീഹി 700 റജുലിൻ വ 500 ഇംറഅത്തിൻ. ഇന്ന് 700 ആണുങ്ങളെയും 500 പെണ്ണുങ്ങളെയും അല്ലാഹുവിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് കൽപ്പന. കൽപ്പന എന്താ? 700 ആണുങ്ങളെയും 500 പെണ്ണുങ്ങളെയും അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കൽപ്പന. അല്ലാഹുവിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. ഈ കൽപ്പന കണ്ട് വന്നപ്പോൾ ഫജമഅ റിജാല ഫീ നാഹിയത്തിൻ, പെണ്ണുങ്ങൾ ആണുങ്ങളെ മൊത്തം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. വൻ നിസാഅ ഫീ നാഹിയത്തിൻ, പെണ്ണുങ്ങളെ ഇതേപോലെ വേറൊരു സ്ഥലത്തും എന്ത് ചെയ്തു? ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഔസുല്ലാദം 700 ആണുങ്ങൾ ഇപ്പുറത്തുണ്ട്, 500 പെണ്ണുങ്ങൾ ഇപ്പുറത്തുണ്ട്. വനളറ ഇലൈഹിം ബിനളിഹിൽ അക്ബർ, ഒരു ഉന്നതമായ നോട്ടം എല്ലാവരിലേക്കും ഔസുല്ലാദം തങ്ങൾ നോക്കുന്നു. ഫസാറ നുഹാസ അഫ്ഇദതിഹിം ഇബ്രീസൻ ഖാലിസ, അവരുടെ ഹൃദയങ്ങൾ, മോശമായ എല്ലാ ഹൃദയങ്ങളും തെളിഞ്ഞ ഹൃദയങ്ങളായി. ഫവസലു ഇലല്ലാഹി ബിനളിഹി, ഒരൊറ്റ നോട്ടം കൊണ്ട് അവരെല്ലാവരും അല്ലാഹുവിലേക്ക് എത്തുന്നു. വേണ്ടിയിട്ട് വല്ലോരു വസ്തുവിനെ നോക്കൂകിൽ വേണ്ടിയ വണ്ണം അതിനെ ആക്കുന്നവർ എന്ന് ഔസുല്ലാദം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ പുലരുകയാണ്. ഒരൊറ്റ നോട്ടം കൊണ്ട് 1200 ആളുകളെ അല്ലാഹുവിലേക്ക് എത്തിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ദുഹൂരിയത്ത് എവിടെ ഉണ്ടായി? എന്തായിരിക്കും ആ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ മഹിമ?
അതുപോലത്തെ ഒരു പ്രശംസയുടെയും പ്രശസ്തിയുടെയും കാലഘട്ടം പിന്നീട് ഉണ്ടായിട്ടുണ്ടോ? അത്രയും ജനങ്ങളായിരുന്നില്ലേ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിലേക്ക് അടുത്തുകൊണ്ടിരുന്നത്? പിന്നെ ഗൗസുൽ ആദമിന്റെ ഒരു പരിപാടിയായിരുന്നു, എന്നും മഹാനവറുകൾ എന്ത് ചെയ്യും, ഒരു അടിമയെ വാങ്ങും. എന്നും ഒരു അടിമയെ കാശ് കൊടുത്ത് വാങ്ങും, എന്നിട്ടോ അതിനെ മോചിപ്പിക്കും. എന്നിട്ട് മോചിപ്പിക്കൽ മാത്രമല്ല, അപ്പത്തെ അള്ളാഹുവിലേക്ക് സൂര്യത്തിലേക്ക് ആക്കുകയും ചെയ്യും. ഡെയിലി പരിപാടി അതാണ്, എന്നും ഒരു അടിമയെ വാങ്ങും. കാരണം എന്താ? മഹാനവറുകൾ അറിവും നിലയും അതേതും ഇല്ലാത്തോർക്ക് അറിവും നിലയും നിറയെ കൊടുത്തോവർ. ഇന്ന് മുരീദന്മാർക്ക് നിബന്ധനക്കുന്ന കുറച്ച് ആളുകളുണ്ട്. മുരീദന്മാർക്ക് ആ നിബന്ധന വേണം, ഈ നിബന്ധന വേണം, അതുപോലെ ഇന്ന ഷർത്ത് വേണം, ഇന്ന ഫർദ് വേണം. സുന്നത്തമാത്തിന് വരെ ഇപ്പൊ ഷർത്തും ഫർദൊക്കെയാണ്. എന്നുപോലെ എന്ത് ചെയ്യാ, പിന്നെ മുരീദന്മാർക്ക് ചില നിബന്ധനകൾ എന്ത് ചെയ്യാ വെക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഗൗസുൽ ആദമിന്റെ മുരീദന്മാര് ഈ 1200 ആളുകളോ, പിന്നെ ഗൗസുൽ ആദമിന്റെ മുരീദന്മാര് മുഴുവനും നല്ല ഇൽമൊക്കെയുള്ള തഖ്വയുള്ള ആളുകളായിരുന്നു. ഇൽമുള്ള ആളുകളാവണം. ഇൽമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ, പിന്നെ മുരീദന്മാരാകേണ്ട ആവശ്യമുള്ളൂ. കൊള്ളക്കാരുണ്ടായില്ലേ ഗൗസുൽ ആദമിന്റെ മുരീദന്മാരിൽ? കൊല നടത്തിയവരുണ്ടായിരുന്നില്ലേ? വ്യഭിചാരം ചെയ്തവരുണ്ടായിരുന്നു എന്ന് മഹാനായ ഖാസിം ഖാനുൽ ജീലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അസ്സൈർ വസ്സുലൂക് ഇലാ മലിക്കിൽ മുലൂക്ക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. കള്ളു കുടിച്ചു വന്നവരുണ്ടായിരുന്നു, അവർക്കൊക്കെ ദിക്ർ ചൊല്ലി ത്വരീഖത്തിൽ കൂട്ടും, തന്റെ മുരീദന്മാരെ കണ്ടവർ നന്നാവും. അങ്ങനെ ചെയ്തിരുന്നത് മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു. നിസ്കാരം ഒഴിവാക്കിയവരുണ്ടായിരുന്നു ഗൗസുൽ ആദം തങ്ങളുടെ മുരീദന്മാരിൽ. വന്ന ത്വരീഖത്തിൽ കൂട്ടി മുരീദന്മാരെ കണ്ടുകൊണ്ട് നിസ്കാരം പഠിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഖാസിം ഖാനുൽ ജീലി റഹ്മത്തുള്ളാഹി തന്റെ അസ്സൈർ വസ്സുലൂക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. മഹാനായ ഇമാം സാവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീർ ജലാലൈനിൽ ദോഷം ചെയ്തു നടന്ന മുരീദന്മാർ ശൈഖന്മാർക്കുണ്ടാകും എന്ന് മഹാനായ ഇമാം സാവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കാർക്കും നിബന്ധന വെക്കാൻ നിൽക്കണ്ട, അത് ശൈഖന്മാരുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് എന്നാണ് മഹാരഥന്മാർ പറയുന്നത്. സാധാരണക്കാർക്ക് ത്വരീഖത്ത് കൊടുക്കുന്ന മശായിഖന്മാരുടെ വലിയൊരു പ്രഭാഷണം നൂറുൽ ഇർഫാൻ യൂട്യൂബ് ചാനലിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. അവിടെ പ്രമാണ സഹിതം ഞാൻ അത് നിരത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്രഭാഷണം കേൾക്കാവുന്നതാണ്.